നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്, കേദർസ് ചിക്കൻ ഫ്രൈ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വറുത്ത് പൊടിച്ച് ചേർക്കണം. ഞാനിവിടെ 5 വറ്റൽമുളകും 2 ടീസ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ആദ്യം മുളക് മാത്രം ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മുളക് വറുത്തിട്ടായിട്ടുണ്ട്. ഇതിന്റെ കളർ മാറി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് മല്ലിയും ജീരകവും കുരുമുളകും കൂടി ഇട്ട് ഇളക്കി വറുത്തെടുക്കാം. ഇതും പാകത്തിന് വറുത്തിട്ടായിട്ടുണ്ട്. മല്ലിന്റെയും ജീരകത്തിന്റെയും കളർ മാറി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഈ മുളക് മാത്രം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ക്രഷ് ചെയ്തിട്ടാൻ വേണ്ടി ഞാൻ 2-3 കഷ്ണാക്കിയിട്ടുണ്ട്. ഇതിനി ക്രഷ് ചെയ്തെടുക്കാം. മുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചതച്ച ഭാഗത്തിന് ആവാൻ പാടില്ല, അധികം അരിയാൻ പാടില്ല. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ ജാറിലേക്ക് ബാക്കി വറുത്തെടുത്തതും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചൂട് കുറഞ്ഞിട്ടേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുക്കണം. ഞാനൊരു 8 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചതച്ചെടുത്ത മുളകും കൂടെ ചേർക്കാം. ഇതിൽ നിന്ന് കുറച്ച് മുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മല്ലിയും കുരുമുളകും ജീരകമൊക്കെ പൊടിച്ചെടുത്തത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി ചേർക്കാം. 1/2 മുതൽ 2 ടീസ്പൂൺ വരെ വേണമെങ്കിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് എല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യാം. ഈ പൊടികളൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പൊടിച്ച് ചേർത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നേരത്തെ പൊടിച്ചു വെച്ച പൊടികൾ ചേർത്താൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല. ചില്ലി ഫ്ലേക്സ് എല്ലാം വേണമെങ്കിൽ ഉപയോഗിക്കാം. നേരത്തെ പൊടിച്ചു വെച്ചതോ മണിച്ചതോ ആയ ചില്ലി ഫ്ലേക്സ് ഉപയോഗിച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം കൂടെ നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇതില് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം. നേരത്തെ വിട്ടുപോയതാണ്. ഇത് വീണ്ടും കുഴച്ച് മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ അടുപ്പത്ത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നിന്ന് ഓരോന്നായി എടുത്ത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം എല്ലാം ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചാൽ പെട്ടെന്ന് ഉള്ളു വെന്ത് കിട്ടും. ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് വീണ്ടും എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ച് ഒരു 2-3 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 2 സൈഡും പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഇപ്പം ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് എണ്ണയിൽ
ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കൻ മസാല എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ എല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു പാനിൽ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് മസാല ഇല്ലാത്ത കുറച്ച് തെളിഞ്ഞ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വേറെ ഫ്രഷ് എണ്ണ വേണമെങ്കിൽ എടുക്കാം. ഇതേ എണ്ണ എടുത്താൽ കുറച്ച് നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആദ്യം മാറ്റി വെച്ച കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. തീ ഓഫ് ചെയ്ത് ചിക്കൻ ഫ്രൈയുടെ മേലെ വിതറി കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിൽ കേദർ ചിക്കൻ ഫ്രൈ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്